ഹായ് ഫ്രണ്ട്സ്, നോക്കൂ. IT അഥവാ വിവരവിനിമയ സാങ്കേതികവിദ്യ കേരള സിലബസ് മലയാളം മീഡിയം പാഠപുസ്തകത്തിലെ 3-ാമത്തെ പാഠമായ കമ്പ്യൂട്ടർ ഭാഷ, 4-ാമത്തെ പാഠമായ സൈബർ പ്രപഞ്ചം എന്നീ പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഈ പുതിയ വീഡിയോയിൽ. ഓക്കെ, അതിന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നോക്കൂ, 3-ാമത്തെ പാഠമായ കമ്പ്യൂട്ടർ ഭാഷാ പാഠത്തിലെ ചോദ്യങ്ങൾ ഉള്ളത് 65-ാം പേജിലാണ്. ഇതാ ഈ 2 ചോദ്യങ്ങൾ മാത്രം. ചോദ്യം 1, A = 100, A = A+25, പ്രിന്റ് A. ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ചോദ്യം ഒന്നുകൂടി നമുക്ക് നോക്കാം. A = 100, അപ്പോൾ എയുടെ വില 100 മാറി. അതിനുശേഷം 2-ാമത്തെ ഇൻസ്ട്രക്ഷൻ A = A+25, അപ്പോൾ നേരത്തെ എക്കുള്ള വില 100, അതിൻ്റെ കൂടെ A+25 125, പ്രിന്റ് A. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 125. ഓക്കെ, ഇതാ ഇപ്രകാരം. 2-ാമത്തെ ചോദ്യം, 20 മുതൽ 40 വരെയുള്ള ഇരട്ട സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നതിനുള്ള പൈത്തൺ നിർദ്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം A, for I in range bracket 20, 42, 2 bracket close colon print I. നോക്കൂ, ഒന്നാമത്തെ ആൻസറിൽ 20 കൊടുത്തിട്ടുണ്ട്, 42 കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20 മുതൽ 42 വരെ റേഞ്ച് കൂടേണ്ടത് 2 ആണ്. അപ്പോൾ ശരിയായ ആൻസർ A തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. ഓക്കെ, ഇനി 4-ാമത്തെ പാഠമായ സൈബർ പ്രപഞ്ചമാണ്. ഇതാ 83, 84 പേജിൽ ഈ പാഠഭാഗത്തും 2 ചോദ്യമാണ് ഉള്ളത്. 83-ാമത്തെ പേജിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സൈബറിടത്തിൽ വലിയ അളവിലും വേഗത്തിലും വ്യത്യസ്ത തരത്തിലുമെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾക്ക് പറയുന്ന പേര്? A, ഡിജിറ്റൽ ഫുട് പ്രിന്റ്, B, ബിഗ് ഡാറ്റ, C, സൈബർ ഡാറ്റ, D, പരോക്ഷമായ വിവരങ്ങൾ. ഉത്തരം B ആണ്, ബിഗ് ഡാറ്റ. ഇനി 84-ാമത്തെ പേജിലേക്ക്. ഡിജിറ്റൽ സമ്പത്തിനെ സംബന്ധിച്ച് കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ A, സ്കൂൾ കമ്പ്യൂട്ടർ ലാബ്, B, സോഫ്റ്റ്വെയർ, C, ബാങ്കിൽ നിന്ന് ലഭിച്ച റിവാർഡ് പോയിന്റ്, D, ഡിജിറ്റൽ ചിത്രം. നോക്കൂ, ഡിജിറ്റൽ സമ്പത്ത് എന്ന് പറയുന്നത് ഡിജിറ്റലായിട്ട് നമുക്കുള്ള ആസ്തിയെയാണ്. നോക്കൂ, ഇവിടെ സ്കൂൾ കമ്പ്യൂട്ടർ ലാബാണ് ഈ ഗ്രൂപ്പിൽപ്പെടാത്തത്. 4-ാമത്തെ പാഠത്തിൻ്റെയും ചോദ്യോത്തരം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.